നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിന്റെ ശീല ചൊല്ലുവാൻ നാവിനാകേണമേ. സത്യമങ്ങുന്ന ഗീതമോ എന്റെ കാതിനയാകണേ. സത്യമെന്നുള്ള ശീലമോട് ഞാൻ ശാന്തി അറിയണമേ. അറിയുവാനുള്ള ബോധമുണ്ടാകണേ. ജീവജാലങ്ങളാകിയും ജന്മ പന്തുവായിതനേ. ജാതി മൃഗങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമൊന്നെന്ന പാതുമെന്നോമൻ മനസ്സിലരുതേണമേ. ഭൂമിയമ്മയൻ അറിയുവാനുള്ള ബോധമുണ്ടാകണേ. ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങൾ എന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമൊന്നെന്ന പാഠമെന്നുമേ മനസ്സിലെഴുതേണമേ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിന്റെ ശീല ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. കാവ്യസന്ധ്യ അംഗങ്ങളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വകീസേട്ടൻ ഇല്ലാത്ത ആദ്യത്തെ കാവ്യസന്ധ്യയാണ്. ഞാൻ ഓർക്കുകയാണ്, 15 വർഷം മുമ്പ് ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തിയ കാവ്യസന്ധ്യ. അന്നു മുതൽ ഇന്നുവരെ മുടങ്ങാതെ എല്ലാ കാവ്യസന്ധ്യയിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തി. എല്ലാം കഴിഞ്ഞ് ഹാൾ ക്ലീൻ ചെയ്ത് കസാലകൾ മാറ്റി ഹാൾ ക്ലീൻ ചെയ്യുന്നത് വരെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, ഓരോരോ കമൻറ്റും പറഞ്ഞുകൊണ്ട്. സാധാരണ ഏകദേശം ഒരു 10-20 കുട്ടികൾ ഇവിടെ കവിത ചൊല്ലാറുണ്ട്. എന്നെന്നും ആ കുട്ടികളുടെ കൂട്ടുകാരനായിരുന്നല്ലോ അദ്ദേഹം. വർഗീസേട്ടൻ പങ്കെടുത്ത അവസാനത്തെ കാവ്യസന്ധ്യ കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു. ആ ദിവസം നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു, ഇന്നത്തെ പോലെ തന്നെ. അന്ന് രാവിലെ അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്തു വന്ന് കാപ്പി ചായ പാത്രങ്ങൾ എൻ്റെ വീട്ടിലെ ഗരാജിൽ കൊണ്ടുവന്ന് വെച്ച് പിന്നെ തിരിച്ചു പോയി ലില്ലി ചേച്ചിയും കൂട്ടി കൃത്യസമയത്ത് വന്നു. രോഗാതുരനായ ആ വന്ധ്യവയോധികൻ. അത് ഓർക്കുമ്പോൾ കണ്ണു നിറയാണ്. വർഗീസേട്ടന് സ്വാഗതം. കാരണം ഇവിടെ ചിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവാതിരിക്കില്ല, തീർച്ചയാണ്. ഈ കാവ്യസന്ധ്യക്ക് മാത്രമല്ല, നമ്മുടെ ഈ മലയാളി സമൂഹത്തിന് ഒരു മുഴുവനും റിലേറ്റ് ചെയ്യാൻ എത്ര മുഹൂർത്തങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ആ മനുഷ്യൻ നമ്മുടെ ഇടയിലൂടെ
നടന്നു പോയതെന്ന് ഞാൻ ഓർക്കുകയാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ വിഹുല നിമിഷങ്ങളിൽ സാന്ത്വനമായിട്ടും ഒരു താങ്ങായിട്ടും നിന്നിരുന്ന സ്വന്തക്കാരനായ ഒരാളെയാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എൻ്റെ മാത്രമല്ല, എനിക്ക് മിഡിൽ ഏജ്ഡായ പല സ്ത്രീകൾക്കും ഒന്നുകിൽ അവരുടെ അച്ഛൻ അവരെ ഓർത്ത് നാട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ അവരെ എന്നേക്കും അനാഥരാക്കി പോയിട്ടുണ്ടാവും. രണ്ടായാലും നമ്മുടെ ഈ വർഗീസ് ഏട്ടനെ ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട പിതാവിനെ തിരിച്ചു കിട്ടും. അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തിലും ആ ലാളനയിലും നമുക്ക് നമ്മുടെ ജന്മഭൂമിയിലേക്ക് തിരിച്ചെത്താം. വർഗീസ് ഏട്ടൻ മരിച്ചിട്ടില്ല. യേശുവും ബുദ്ധനും മുഹമ്മദ് നബിയും കാറൽ മാർക്സും ദസ്തയേവ്സ്കിയും ഹെമിംഗ്വേയും ഷേക്സ്പിയറും എല്ലാം പോയി. ജീവിതത്തിൻ്റെ ഓരോ മാത്രകളും ഒരു മധുചഷകം പോലെ ആസ്വദിച്ച വർഗീസ് ഏട്ടൻ നടന്നുപോയ ആ കാൽപ്പാടുകളെ ഓർമ്മിക്കുവാനും അത് കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ സ്മരിക്കുവാനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും കാവ്യസന്ധ്യയുടെ ഈ സ്പെഷ്യൽ സെഷനിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം സന്തോഷങ്ങളും സന്താപങ്ങളും എല്ലാം ഒപ്പമുണ്ടായിരുന്ന ചിലർ ആ ഓർമ്മകൾ നമ്മളുമായി പങ്കുവയ്ക്കാനും ഓർമ്മകൾ അയവിറക്കാനുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം പേരുകൾ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നില്ല. എല്ലാ പ്രാസംഗികർക്കും സുസ്വാഗതം. അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ലിലി ചേച്ചിക്കും കാവ്യസന്ധ്യയിലേക്ക് സ്വാഗതം. സുജാത വരാമെന്ന് പറഞ്ഞിരുന്നു, കാണാനില്ല. സുജാതയ്ക്കും സ്വാഗതം. പിന്നെ മലയാളി അസോസിയേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. പിന്നെ ഈ സായാഹ്നത്തിന് കാവ്യ സൗന്ദര്യം നേടാനായിട്ട് വന്നിട്ടുള്ള എൻ്റെ കവിതാലാപന സുഹൃത്തുക്കൾക്കും സ്നേഹസ്വാഗതം. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ, ആർദ്രമായ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒന്നും കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ടിയ മരിയ അബ്രഹാം. ONV കുറുപ്പ് എഴുതിയ മുത്തച്ഛൻ എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ, നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി. ഇവിടെയും മറത്തില്ലെങ്കിലും ഇവിടെവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം. വെറുതെ ഇരിക്കുവാൻ മുത്തച്ഛനാവില്ലെന്നറിയില്ലേ, പണിയൊന്നും ചെയ്തിടാതെ കലവറയിലുണ്ടാവാം ഉണ്ണിക്കായി കരുതിയ കദളിക്കുലയുടെ പാകം നോക്കാൻ. ഇനി വരും ഓണത്തിനെല്ലാരും എത്തുമ്പോൾ ഇളവനും വെള്ളരിയും ഒക്കെ വേണ്ടേ. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ, നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി. തൊടിയിലെങ്ങാനും പോയി നിൽക്കയാവാം, വീണ പടവലത്തിൻ പന്തൽ നേരെയാക്കാൻ. കലി കൊണ്ട കാറ്റത്തൊടിഞ്ഞു വീഴാറായ കഥളിട്ടായി വാഴയ്ക്കൊരുന്നു നൽകാൻ. ചെറുനെല്ലിൻ കുറുമണി കതിർ കൊയ്യാറായോ എന്നറിയുവാൻ പാടത്തു പോയതാവാം. പറയാറില്ലേ എന്നും മുത്തച്ഛൻ, എല്ലാവർക്കും ചെറുനെല്ലരിച്ചോറാണേറെ ഇഷ്ടം. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ, നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി. അവിടെ കിഴക്ക്
ഒത്തു നിൽക്കയാവാം. ഒടുവിലെ കിളിവാലൻ മാങ്ങയും ഉണ്ണിക്കായി തിരയുവാൻ മാഞ്ചോട്ടിൽ തന്നെയാവാം. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി. മഴ പെയ്ത് പുഴ കുത്തി ഒഴുകുന്നതു കാണാൻ പുഴയോര തെങ്ങോ പോയി നിൽക്കയാവാം. ഒരു മീനിനെ കൊത്തിപ്പാറുന്ന പൊന്മയെ വെറുതെ ശകാരിച്ചു നിൽക്കയാവാം. ഒരു കൊച്ചരിപ്രാവി മുറ്റത്തു വന്നാലോ അരിമണി വിതറുന്ന മേളമല്ലേ. അരികിൽ നിന്നാരെ കരയുന്നു മുത്തച്ഛൻ അറിയേണ്ട, വെറുതെ കരഞ്ഞു പോയാൽ ഒരു നാളും ഉണ്ണിയെ കരയിച്ചു മുത്തച്ഛൻ ഒരിടത്തും പോകുവാനാവില്ലല്ലോ. ഒരു നാളും ഉണ്ണിയെ കരയിച്ച് മുത്തച്ഛൻ ഒരിടത്തും പോകുവാനാവില്ലല്ലോ. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1982 തൊട്ട് 1982 തൊട്ട് വറീസിന്റെ സുഹൃത്തയക്കാനായിട്ട് മുടങ്ങാതെ മരിക്കുന്നവരെ സുഹൃത്തയക്കാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരു മനുഷ്യനാണ് ഞാൻ. വറീസിനെ കാണുമ്പോൾ നമ്മൾ ഈ പടത്തിൽ കാണുമ്പോഴത്തെ നമ്മൾ ഓർക്കുന്നത് എനിക്കൊരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസം കഴിക്കൂട്ടാൻ എനിക്ക് സാധിച്ചു. 1970s ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീറിനെ വറീസിനെ കണ്ടാൽ ഒരുപാട് ഇത്രയും വലുപ്പമുള്ള വൈക്കം മുഹമ്മദ് ബഷീർ പെരുമാറ്റവും സെയിം അതേ രീതിയിലുള്ള പെരുമാറ്റമുള്ള മനുഷ്യൻ. നിങ്ങൾക്കെല്ലാവർക്കും വർഗീസിനെ പറ്റി അറിയാവുന്നത് ഞങ്ങൾ വർഗീസ് എന്ന് പറയും. നിങ്ങൾക്ക് വർഗീസ് ചേട്ടനുണ്ട്, വർഗീസ് അങ്കിളുണ്ട്, കുട്ടികളൊക്കെ ചിലപ്പം അപ്പച്ചാന്ന് വിളിക്കുന്നുണ്ട്. വർഗീസിന് എല്ലാവരുടെയും മനസ്സിൽ ഏത് രീതിയിലാണ് ആളുകളോട് തിരിച്ചറിയാനുള്ള കഴിവ്, അസാമാന്യമായ കഴിവ് ഞാൻ ഒരു മനുഷ്യരിലും അത് കണ്ടിട്ടില്ല. എന്നെ കാണുന്ന പോലെ എല്ലാവർക്കും ഷാജുനെ കാണും. ഷാജുവിനോട് വളരെ ബഹുമാനമുള്ള ഒരു മനുഷ്യനാണ്. കാരണം ഫിലോസഫിക്കലി വളരെ വർഗീസുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ആളാണ് ഷാജു എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പം അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനും റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനും സെക്സിനെ പറ്റി സംസാരിക്കാനും എല്ലാ വിഷയത്തിലും പണ്ഡിതനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഞങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്ന കാലഘട്ടങ്ങളിൽ ഫിലോസഫിക്കലായിട്ട് പലപ്പോഴും വർത്താനം പറയാനായിട്ട് ഇടയാണ്. പലപ്പോഴും ആളുകൾ വിചാരിക്കും ഞങ്ങൾ സിഗരറ്റ് വലിക്കാനും സ്കോച്ച് കഴിക്കാനും കൂടിയുള്ള ഒരു കമ്പനിയാണെന്ന് ചിലപ്പം പലരും വിചാരിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. ഒരു വർഗീസിനെ കുറിച്ചൊരു സ്കോച്ച് കുടിക്കാൻ പറഞ്ഞ് വലിയ സുഖമുള്ള സംഗതിയാണ്. അത് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈവൻ അസുഖമായിരിക്കുന്ന സമയത്ത് ലില്ലിക്കറിയാം, അസുഖമായിരിക്കുന്ന സമയത്ത് പോലും ആ കാര്യത്തിൽ എൻജോയ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ടിട്ടുള്ള വർഗീസ് നിങ്ങൾക്കെല്ലാം പല രീതിയിലുള്ള വർഗീസാണ്. ഞാൻ കാണുന്ന വർഗീസല്ല നിങ്ങൾ പലരും കാണുന്ന വർഗീസ്. എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിൽ ആ രീതിയിൽ മനുഷ്യനെ മനസ്സിലാക്കാനായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പ്രത്യേക അറിവും ചാതുര്യവും വർഗീസുണ്ടായിരുന്നു. പണ്ട് ഡൽഹിയിൽ SLC കഴിഞ്ഞ ഉടനെ സ്വതന്ത്രനാകാൻ വേണ്ടിയിട്ടാണ്
അല്ലെ വീട്ടിലെ പറമ്പിലോ കന്നേലെ നോക്കിയോ ഒക്കെ കഴിഞ്ഞു കൂടിയാൽ മതി. അതിന് പകരം സ്വതന്ത്രനാകാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോകും. അവിടെ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോലും കിടന്നുറങ്ങേണ്ട ഒരു സിറ്റുവേഷനാണ് ഈ ടീനേജറായിട്ടുള്ള വർഗീസിനുണ്ടായത്. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ടാറ്റയിലെ വൺ ഓഫ് ദി ഡിവിഷൻ്റെ മാനേജറുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് വെൽത്തിയായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന ആ രീതിയിലേക്ക് കടന്നു വരാനായിട്ട് ഈ നിസ്സഹായനായ ഈ ടീനേജറിന് സാധിച്ചു എന്നുള്ളത് ദൈവാനുഗ്രഹം തന്നെയാണ്. ഈ ദീർഘമായ സംസാരങ്ങൾ കൂടിയാണ് നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. നമ്മൾ കാണുന്നതുകൊണ്ട് എല്ലാവരും പറയാം, ഹാ അച്ഛൻ ചായ, ഹലോ, ഹായ്, ഇങ്ങനെയാണ്, ഹൗ ആർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളുകൾ മനസ്സിലാക്കിയാണ്. സംസാരിക്കുമ്പോൾ മേനോൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്. മേനോൻ പുത്തഴുത്തി രാമനും മേനോൻ എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനും സംസ്കൃത പണ്ഡിതന്റെ മകനാണ്. പുള്ളിക്കാരനോട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഞാൻ പുള്ളിക്കാരനെ മനസ്സിലാക്കും? നമുക്കാർക്കും സംസാരിക്കാൻ സമയമില്ല. നമ്മുടെ ടെലിഫോണിൽ മാത്രമാണ് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ അതീവമായിട്ട് മറ്റുള്ള കഴിവുകൾ, പുള്ളിക്കാരൻ സ്നേഹമുള്ള ആളുകളെ തിരിച്ചറിയാനായിട്ട് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക കഴിവ് ഉണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് ഇവിടെ ഷീജയും സ്വപ്നയുടെ ഉണ്ടെന്നുണ്ട്. ഈ ഷീജയും സ്വപ്നയും അവർ എങ്ങനെയാണ് വർഗീസിനെ കണ്ടിരുന്നതെന്നുള്ളവരും നിഷ്കളങ്കതയോടുകൂടി അപാര ലവ്, ഫാദറിനോടുള്ള ലവ് പോലെയാണ് വർഗീസിനെ കണ്ടിരുന്നത്. വർഗീസ് അത് എന്തുമാത്രം എൻജോയ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം. ലില്ലിയും സുജ പ്രത്യേകിച്ച് സുജ വർഗീസിന്റെ മകളെയായിട്ടാണ് അവധി എടുത്തിട്ട് എക്സ്റ്റൻഡ് എടുത്തിട്ട് ഫാദറിനെ നോക്കാൻ, ഡാഡിനെ നോക്കാനായിട്ട് അവധി എടുത്ത് ചെയ്യുവാണ്. വർഗീസ് എന്നോട് പേഴ്സണലായി ഇവരോട് രണ്ടുപേരോടുള്ള എൻ്റെ കടപ്പാട് ഞാൻ എങ്ങനെ ചെയ്തു തീർക്കുമെന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ആ മുറിയിൽ വർഗീസ് കിടക്കുന്ന മുറിയിലാണ് ഈ സുജയും ഈ ലില്ലിയും കിടക്കുന്നത്. കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശാരീരികവും അല്ലാതെയുമുള്ള എല്ലാ ഹെൽപ്പും ചെയ്ത അവരുടെ കടപ്പാട് എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ അവരോടൊന്നത് ഓർപ്പിക്കാനാണ്. അതുപോലെ തന്നെ വർഗീസിനെ ഇഷ്ടമുണ്ടായിരുന്ന ഇഷ്ടമുള്ള എനിക്കറിയാവുന്ന 2 നെഫ്യൂസും, സന്തോഷും സുജിത്തും. സുജിത്തിൻ്റെ ഷർട്ട്, എല്ലാ നല്ല ഷർട്ടും വർഗീസ് ഇടുന്നത് സുജിത്തിന്. പുള്ളി അത് വലിയ അഭിമാനത്തോട് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു അങ്കിളായിരുന്നു ഈ വർഗീസ് എന്ന് പറയുന്നത്. മേരി വർഗീസ് സിസ്റ്റർ എപ്പോഴും ഉണ്ടായിരുന്ന സമയം മുഴുവൻ ആ വീട്ടിലിരുന്ന് വർഗീസിനെ നോക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ റിലീജിയനിൽ വലിയ കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണ്. വർഗീസിന് ഒരു പർട്ടിക്കുലർ റിലീജിയനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അതിനോട് അത് ഹിന്ദുയിസത്തിനോടും ഇല്ല, ഇസ്ലാമിനോടും ഇല്ല, ക്രിസ്ത്യാനിറ്റോടും ഇല്ല. മതം ഏതായിരുന്നാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീ നാരായണ ഗുരുവിൻ്റെ ഒരു സിദ്ധാന്തമായിരുന്നു വർഗീസിനുണ്ടായിരുന്നത്. അപ്പം വർഗീയതയുള്ള ഒരു ക്രിസ്ത്യാനിയെയോ ഒരു മുസ്ലിമിനെയോ ഒരു ഹിന്ദുവിനെയോ ഒരു ശകലം പോലും ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനായിരുന്നു വർഗീസ്. രണ്ടാമത്തെ സംഗതി, ഈ സമുദായത്തിലെ അനീതികൾ കണ്ടുവരുമ്പോൾ അത് ഗാസയിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും അത് സൗത്ത് അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ അനീതികൾക്കെതിരായിട്ട് ശബ്ദമുയർത്തി സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു വർഗീസ്. എല്ലാ
എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നു, സ്നേഹമാണ് ദൈവം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ആത്മീയനായ മനുഷ്യനായിരുന്നു വർഗീസ്. പുള്ളിയുടെ നഷ്ടം എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ് വർഗീസിൻ്റെ വിയോഗം നടത്തുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ കുറവുണ്ട്. ഞാൻ ഇത് ഉപസംഹരിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന രാജീവിനും ആവശ്യത്തിനും എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ONV സാറിൻ്റെ പതയം എന്ന കവിത പാടാനായി ലക്ഷ്മി ക്ഷണിക്കുന്നു. ഞാനും ആകെ ഒരു പ്രാവശ്യം വർഗീസിനെ കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നില്ലായിരുന്നു. അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുന്നത് ഞാൻ കണ്ടത്. ഞാനിന്നിവിടെ ചൊല്ലുന്നത് ശ്രീ ONV കുറുപ്പിൻ്റെ പാഥേയം എന്ന കവിതയാണ്. ഈ കവിത ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. വേർപിരിയുവാൻ മാത്രമൊന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. വേർപിരിയുവാൻ മാത്രമൊന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. കരളിലെഴുവീണങ്ങൾ ചുണ്ടുനുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. കൊച്ചു സുഖദുഃഖമഞ്ചാടി മണികൾ ചേർത്തു വച്ചു പല്ലാങ്കുഴി കളിക്കുന്നു. വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ, നമ്മളും പിരിയുന്നു, യാത്ര തുടരുന്നു. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ, പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ, പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ. എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണ്ണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻ തുള്ളിയും പൂക്കൾ നെടുവീർത്തിടും ഗന്ധങ്ങളും മൗനപാത്രങ്ങളിൽ കാത്തുവച്ച മാധുര്യവും. മാറാപ്പിലുണ്ടെന്റെ മാറാപ്പിലുണ്ടതും പേറി ഞാൻ യാത്ര തുടരുന്നു. മുറതെറ്റിയെത്തുന്നു ശിശിരം, വിറകൊള്ളൂ തരൂ നഗ്നശിഖരം. മുറതെറ്റിയെത്തുന്നു ശിശിരം, വിറകൊള്ളൂ തരൂ നഗ്നശിഖരം. ഒരു നെരിപ്പോടിന്റെ ചുടുകല്ലുകൾക്കിടയിലെരിയുന്ന കനലുകൾ കെടുന്നു. വഴിവക്കിൽ നിന്നേറി വന്ന വിറകിൻ കൊള്ളി മുഴുവനുമെരിഞ്ഞു തീരുന്നു. ഒടുവിലെൻ ഭാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിച്ച തുടുചന്ദനത്തുണ്ടു വിറകും അന്ത്യമായി കണ്ണു ചിമ്മുമഗ്നിക്കു നൽകി ഞാൻ ഒന്നതിൻ ചൂടേറ്റുവാങ്ങി. പാടുന്നു നീണ്ടൊരു യാത്രയിൽ തളരുമെൻ പാധേയമാകുമൊരു കാലം. പാടുന്നു നീണ്ടൊരു യാത്രയിൽ തളരുമെൻ പാധേയമാകുമൊരു കാലം. ഒരു കപട ഭിക്ഷുവായി ഒടുവിലെൻ ജീവനെയും ഒരു നാൾ കവർ
ആദ്യമായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്കൂ. അതിനു മുൻപൊന്നു ഞാൻ പാടട്ടെ, അതിലെന്റെ ജീവനുരുകട്ടെ, അതിലെന്റെ മണ്ണ് കുതിരട്ടെ, പിളർക്കട്ടെ, അതിനടിയിൽ ഞാൻ വീണുറങ്ങട്ടെ, അതിനടിയിൽ ഞാൻ വീണുറങ്ങട്ടെ, അതിനടിയിൽ ഞാൻ വീണുറങ്ങട്ടെ. അടുത്തതായി ഈ സംഭവങ്ങൾ പങ്കിടാനായി നമ്മളുടെ പരിശ്രമമായി ദീർഘകാല ബന്ധമുള്ള ചേട്ടനുണ്ട്. ചേട്ടന് സ്റ്റേജിലേക്ക് വരാൻ അല്പം ബുദ്ധിമുട്ട്, കുഴപ്പമില്ല, ഓക്കെ. ചേട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മാർച്ച് 7-ാം തീയതി ഇഹലോകവാസം വെടിഞ്ഞ വർഗീസേട്ടൻ്റെ ഓർമ്മകൾ പുതുക്കുവാനും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും ഒരുക്കിയ ഈ ഒരു പ്രത്യേക പരിപാടിക്ക് വരാനും പങ്കുവയ്ക്കാനും അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ പരിപാടി ആവിഷ്കരിച്ച് അവതരിപ്പിച്ച കാവ്യസന്ധ്യയ്ക്ക് ആദ്യം തന്നെ നമസ്കാരം, അവർക്ക് എൻ്റെ അനുമോദനങ്ങൾ. വർഗീസേട്ടനെ ആദ്യമായി കാണുന്നത് ഒരു 39 കൊല്ലം മുമ്പാണ്. ആദ്യത്തെ ആ കണ്ടുമുട്ടലും അന്ന് തുടങ്ങി അവസാനം ജാനുവരി മാസത്തിൽ ഞങ്ങൾ ഒരു ചെറിയ സംഭാഷണങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച്. അങ്ങനെ ആദ്യത്തെ കണ്ടുമുട്ടൽ തുടങ്ങി കഴിഞ്ഞ 39 വർഷമായിട്ടുണ്ടായിരുന്ന സമ്പർക്കത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇങ്ങനൊരു ക്ഷണം കിട്ടിയപ്പോൾ 1986 ഓഗസ്റ്റ് മാസത്തിലോ ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ ആണെന്നാണ് ഓർമ്മ. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയത് അന്ന് കേരളത്തിൽ നിന്ന് ചില നടീനടന്മാർ ഇവിടെ വന്നു. അവർക്ക് ഇവിടുത്തെ മലയാളി സംഘടന ഒരു സ്വീകരണം സംഘടിപ്പിച്ചു. ആ സന്ദർഭത്തിൽ ഞാൻ ഒരു വരിയിലേക്കുണ്ടായിരുന്നു. എൻ്റെ നേരെ പിന്നിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പരിപാടി നടക്കുമ്പോഴൊക്കെ പിന്നിൽ നിന്ന് ഒരുപാട് ടിപ്പണികളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചില കൂട്ടിവിളികളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് വർഗീസേട്ടനെ എല്ലാവർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റും. ഒരു കോളേജ് കുമാരൻ്റെ പോലെ ഇരുന്ന് ധാരാളം സംസാരിച്ചും ആവേശവും സന്തോഷവും തമാശകളെല്ലാം ഇവിടെ പങ്കുവെച്ചും അദ്ദേഹം എൻ്റെ ശ്രദ്ധയാകർഷിപ്പോൾ സമയം കിട്ടിയപ്പോൾ ഞാൻ അടുത്തു പോയി പരിചയപ്പെട്ടു. അന്ന് അധിക നേരമൊന്നും സംസാരിച്ചില്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. അതിനുശേഷം പല വേദികളിലും സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്.
ഒരുമിച്ചിരുന്ന് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല നർമ്മരസവും ഫലിതമുള്ള ഒരു വ്യക്തിയായിരുന്നു. വാക്കുകൾ പെട്ടെന്ന് അങ്ങോട്ട് ഉപയോഗിച്ച് തീരെ വിചാരിക്കാതെ കൊണ്ടുള്ള ബന്ധങ്ങൾ തമ്മിൽ വാക്കുകൾ തമ്മിൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ കുറച്ച് ചിന്തിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ഏതോ ഒരു പാർട്ടിയിൽ അദ്ദേഹം പറയണ കേട്ടു, ഞാനും ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത്, ബ്രാൻഡ് ഏതായാലും മദ്യം നന്നായാലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഈ വർഗീസേട്ടന് ഇങ്ങനെയൊക്കെ ഒരു കഴിവുണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു, ഇദ്ദേഹം ദില്ലിയിൽ പോയിട്ട് ലില്ലിയെ കീഴടക്കിയ ആളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും വലിയ സന്തോഷമായി, എനിക്കും സന്തോഷമായി. അങ്ങനെ പല വേദികളിലും ഞങ്ങൾ ഇരുന്നിട്ട് പല തമാശകളും ഫലിതങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. അവസാനമായപ്പോൾ എനിക്ക് വയസ്സായി, അദ്ദേഹത്തിനും വയസ്സായപ്പോൾ കാണൽ കുറവായി. പക്ഷെ ഏറ്റവും അവസാനത്തതായിട്ടുള്ള മീറ്റിംഗ് ജനുവരി മാസത്തിലായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ വീട്ടിൽ സന്ദർശിച്ചു. പക്ഷേ ആ സന്ദർഭത്തിൽ തികച്ചും ഫിലോസഫിക്കൽ ഡിസ്കഷനായി. താൻ രോഗബാധിതനായി എന്നും ചികിത്സകളാണ് നടത്തുന്നതെന്നും ചികിത്സാ മുറകൾ പതിവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ന് അതിൻ്റെ നിലയെന്താണെന്നും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇനിയിപ്പോൾ അധിക കാലം ഉണ്ടാവും തോന്നണില്ല, വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വയം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വേർപെട്ടത്. അത് ജനുവരി 2025 ആയിരുന്നു ഓർമ്മ. ജീവിതകാലം മുഴുവനും അവനവൻ്റെ കർമ്മങ്ങളും ധർമ്മങ്ങളും യഥാവിധി യഥാകാലം നല്ല ഉത്തരവാദിത്വത്തോടും കാര്യക്ഷമതയോടും കൂടി നടത്തി അവസാന കാലത്തെ ചിരിച്ചും കൊണ്ട് സ്വാഗതം ചെയ്ത് പോയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിലും അദ്ദേഹത്തിൻ്റെ വേർപാടിലും അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിലും എല്ലാവരുമായി ഞാൻ പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വരുന്നു.